ബ്രോ എന്തിനാ ഗൗതമിന് ഇങ്ങനെ പണി കൊടുക്കണേ? ബ്രോ അന്ന് ആ പറയാ പറഞ്ഞ സ്റ്റോറി ഇല്ലേ, അതൊന്ന് പറയാവോ? ഗൗതം എനിക്കൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, ഒരു ഫ്രണ്ടിനുപരി അവനൊരു ബ്രദറും കൂടിയായിരുന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കിയത്, അവൻ്റെ കോളേജ് ഫീസും എല്ലാം. നിന്റെ കോളേജിൽ ഫീസൊക്കെ അടക്കാറായില്ലേ? ആവാറായി. കുറച്ച് പൈസ ഉണ്ട്, ഇത് വെച്ചോ. ഇല്ല കുഴപ്പമില്ല, ഇത് വെക്കടാ. വേണ്ടായിരുന്നു. എൻ്റെ കമ്പനിയിൽ നിനക്കൊരു ജോലി ശരിയാക്കി തരാം, നിന്റെ പഠിത്തം കേട്ട്. ഓക്കെ? അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് അവൻ എൻ്റെ കമ്പനിയിൽ തന്നെ ഞാൻ ജോലി വാങ്ങിക്കൊടുത്തു. പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ ആയിരുന്നില്ല അവൻ്റെ ആഗ്രഹം. ഞാൻ വരുന്നതിനനുസരിച്ച് അവനും വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ അവൻ്റെ ആഗ്രഹം എന്നെക്കാളും വരണമെന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ കമ്പനിയിലെ എംപ്ലോയി ഓഫ് ദ മന്ത് ആയത്. താങ്ക് യു, കൺഗ്രാറ്റ്സ് എംപ്ലോയി ഓഫ് ദ മന്ത്. അന്നത്തെ ദിവസം ശരിക്കും പ്രശ്നമൊക്കെ തുടങ്ങും. അവൻ എന്നെക്കാളും ചെറുതായി പോയോ എന്നുള്ള ഒരു തോന്നൽ അവന് വന്നു.